ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPIM നേതാവ് എ പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ നിർണായകമായ CPIMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിന്റെ അജണ്ടയിലില്ലെങ്കിലും ജില്ലാ കമ്മിറ്റി അംഗമായ എ പത്മകുമാറിന്റെ അറസ്റ്റ് യോഗത്തിൽ അംഗങ്ങൾ ഉന്നയിച്ചേക്കും. എ പത്മകുമാറിനെതിരെ നടപടിയെടുക്കുമോ എന്നതും യോഗത്തിൽ നിർണായകമാകും. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, CPIMനെ സംബന്ധിച്ച്, പത്മകുമാറിനെ സംബന്ധിച്ച് നിർണായകമായ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമായിരിക്കും അല്പസമയത്തിനകം തുടങ്ങുക. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പത്മകുമാറിനെ ഇപ്പോഴും പൂർണ്ണമായും തള്ളിപ്പറയാൻ CPIM തയ്യാറായിട്ടില്ല. ഇന്നത്തെ യോഗത്തിൽ അതിന് വിരുദ്ധമായ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകുമോ? അതായത് ദിലീപ് കുമാർ ഇന്ന് യോഗം ചേരുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനാണ്. ഇതുവരെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ഇതുവരെ ഏതൊക്കെ തലത്തിൽ പ്രചരണം മുന്നോട്ട് പോയി, തെരഞ്ഞെടുപ്പിന് ഏതൊക്കെ തരത്തിൽ മാറ്റങ്ങൾ വരുത്തണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ചേരുന്ന യോഗത്തിൽ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യുക. ഇതിനോടകം തന്നെ MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി യോഗം ആരംഭിച്ചിട്ടുണ്ട്. ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഏരിയ സെക്രട്ടറിമാരോട് ഉൾപ്പെടെ എത്തിച്ചേരാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുക. ഈ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം ചേരുന്ന ആദ്യ യോഗം എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. MV ഗോവിന്ദനും ജില്ലയിൽ ഈ അറസ്റ്റിനൊക്കെ ശേഷം ആദ്യമായാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിന് ഏറെ പ്രാധാന്യവും കൽപ്പിക്കപ്പെടുന്നു. ഈ ഏതെങ്കിലും അംഗം ഈ പത്മകുമാറിന്റെ അറസ്റ്റും പിന്നീട് പാർട്ടി ഇത് വലിയ പ്രതിരോധത്തിലാക്കി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ ഈ അജണ്ടയിൽ ഇല്ലെങ്കിൽ പോലും ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം ഈ പത്മകുമാറിനോട് താല്പര്യമില്ലാത്ത, പത്മകുമാറിന്റെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ എതിർക്കുന്ന ഒരു വിഭാഗം CPIMന്റെ ജില്ലാ കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ ഉണ്ട്. ഇവർ സ്വാഭാവികമായും ഈ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ MV ഗോവിന്ദൻ നിലപാട് പറയും. നടപടി ഉൾപ്പെടെയുള്ള ആവശ്യം ഈ ജില്ലാ ഘടകം സ്വീകരിക്കുകയാണെങ്കിൽ അത് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അറിയിക്കും. ഇങ്ങനെ ജില്ലാ ഘടകത്തിന്റെ ഒരു തീരുമാനം അവിടെ റിപ്പോർട്ട് ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അജണ്ട തെരഞ്ഞെടുപ്പാണ്. പക്ഷേ അങ്ങനെയാകുമ്പോൾ പോലും സവിശേഷ സാഹചര്യത്തിൽ പത്മകുമാറിന്റെ അറസ്റ്റും അതിന് പിന്നീടുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളും ചർച്ച ചെയ്യാൻ തന്നെയാണ് നിലവിലെ സാഹചര്യം. ആ ആകാംക്ഷ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്തായാലും ഈ യോഗ നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ യോഗം പൂർത്തിയാവുന്ന മുറയ്ക്കായിരിക്കും നമുക്കിതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ലഭിക്കുക. MV ഗോവിന്ദൻ യോഗത്തിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. ഈ വിഷയം ഉൾപ്പെടെ നമ്മൾ ചോദിച്ചെങ്കിലും അദ്ദേഹം ഒരു തരത്തിലുള്ള മറുപടിയും പറയാതെയാണ് അങ്ങോട്ടേക്ക് കയറിപ്പോയിട്ടുള്ളത്. എന്തായാലും യോഗമൊക്കെ പൂർത്തിയായതിനു ശേഷം ഒരു സംഘടനാ തലത്തിലൊരു തീരുമാനമെടുത്ത് ഒരുപക്ഷെ അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇന്ന് തന്നെ അദ്ദേഹത്തിന് ആലപ്പുഴയിൽ ഉൾപ്പെടെ പരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഉച്ചയോടുകൂടി ഈ നടപടികളൊക്കെ പൂർത്തിയാക്കി MV ഗോവിന്ദൻ ജില്ല വിടാനാണ് സാധ്യത. എന്തായാലും അതിനു മുമ്പ് MV ഗോവിന്ദൻ ഈ യോഗം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ലഭിക്കും. എന്തായാലും നിലവിലെ ഏറ്റവും വലിയ ആകാംക്ഷ പത്മകുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാകുമോ, അതിൽ പ്രാദേശികമായി പത്തനംതിട്ട ജില്ലയിലെ പ്രതിനിധികളുടെ നിലപാടെന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള നടപടി ആവശ്യം സംസ്ഥാന ഘടകം സ്വീകരിക്കണമെന്ന ജില്ലാ ഘടകം ആവശ്യപ്പെടുമോ എന്നതാണ് നിലവിലെ ഏറ്റവും വലിയ ആകാംക്ഷ. എന്തായാലും ആ ആകാംക്ഷ വരും മണിക്കൂറുകളിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തനംതിട്ടയിലെ വിവിധ ഏരിയകളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ള CPIMന്റെ യോഗം പത്തനംതിട്ടയിൽ തുടങ്ങി. ഏരിയ സെക്രട്ടറിമാരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ CPIMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റും ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ CPIMനെ വെട്ടിലാക്കിയ എ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്നും AV ജയശങ്കർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.